സോ ഇന്നോവ കിട്ടണമെങ്കിൽ എത്ര കൊടുക്കണം? ഒരു ഇന്നോവയുടെ തന്നെ ഹൈ ക്രോസ് എന്ന് പറഞ്ഞ വണ്ടി കിട്ടണമെങ്കിൽ ഇപ്പോൾ ഒരു 40 ലക്ഷം രൂപയുടെ മേലെ കൊടുക്കണം. പക്ഷേ ഇന്നോവയിൽ യാത്ര ചെയ്യണം അതേ ഒരു ഫീലുള്ള വണ്ടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരൻസ് എന്ന് പറയുന്നത്. ഈ വണ്ടി സിംഗിൾ ഓണർ 2023 മോഡലാണ് വരുന്നത്. ഈ വാഹനം നമുക്ക് സെയിലിന് വന്നിട്ടുള്ളതാണ്. യാതൊരു മേജറായിട്ടുള്ള ആക്സിഡൻസോ റീപെയിൻസോ വരാത്ത വണ്ടിയാണ്. 55,000 കിലോമീറ്റർ മാത്രം ഓടിയ കമ്പനി സർവീസ് വണ്ടിയാണ് വരുന്നത്. സോ ഈ വാഹനം നിങ്ങൾക്ക് സെയിലിന് വന്നിട്ടുള്ളതാണ്. സോ KL8 ആണ് വണ്ടിയുടെ രജിസ്ട്രേഷൻ വരുന്നത്. സോ വണ്ടി തൃശ്ശൂരാണ് കിടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്ന കാര്യം. ഒല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വണ്ടി ഉള്ളത്. ഇനി വണ്ടിയുടെ ബോഡി ഷേപ്പ് നോക്കുകയാണെങ്കിൽ അത്രയും പക്കയാണ്. കാരണം കമ്പനി സർവീസ് ആയതുകൊണ്ട് തന്നെ വേറെ ഇഷ്യൂസ് ഇല്ല, വേറെ മേജർ ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല. ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കമ്പനി അന്ന് വരുന്ന അതേ സീറ്റ് കവർ തന്നെയാണ് വരുന്നത്. കാരണം വണ്ടിക്ക് പറഞ്ഞല്ലോ അധികം പഴക്കില്ല, 2-2.5 കൊല്ലത്തെ പഴക്കാണ് ആ കൂടെ വരുന്നത്. ഇൻറ്റീരിയർ അത്രയും പക്കയ, ഭയങ്കര സ്പേഷ്യസ് ആണ്. വണ്ടി കാണുമ്പോൾ ഒരു ഇന്നോവയുടെ സൈസ് നമുക്ക് ഫീൽ ചെയ്യില്ലെങ്കിലും മൊത്തത്തിൽ ഒരു ഇന്നോവയുടെ അതേ സ്പേസ് കിട്ടുന്നുണ്ട്. ഇനി ഏറ്റവും റിയർ സീറ്റ് ആണെങ്കിലും അത്രയും പക്കയാണ്. എന്നാൽ ഇന്നോവയുടെ പകുതി വില കൊടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇങ്ങനെ ഒരു ബ്രാൻഡ് വണ്ടി നമുക്ക് കിട്ടുകയും ചെയ്യും. ഡീസൽ ആയതുകൊണ്ട് തന്നെ നല്ല ഹൈ മൈലേജ് ഉണ്ട്. ഇനി ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴായാലും നമുക്ക് ആ ഒരു റിയർ AC വരുന്നുണ്ട്. പിന്നെ മേജറായിട്ടുള്ള ആക്സിഡൻസോ കാര്യങ്ങളോ വണ്ടിക്ക് വന്നിട്ടില്ല. ഇതാണ് വണ്ടിയുടെ കാര്യം. ഇനിയിപ്പോൾ ഇതിൻ്റെ അലോയ് വീല്, ടയർ കണ്ടീഷൻ ആണെങ്കിൽ ഓൾമോസ്റ്റ് ഇല്ല, ടയർ കുറച്ച് കുറവാണ് നമ്മളത് മേടിക്കുമ്പോൾ. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓണറോട് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ പേരിൽ റേറ്റ് എന്തെങ്കിലും നെഗോഷിയബിൾ ആക്കാനായിട്ട് പറ്റും. സോ വണ്ടിയുടെ വില എന്ന് പറയുന്നത് 13.5 ലക്ഷം രൂപയാണ്. സോ ഈ വണ്ടി ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ ഇത് വാങ്ങണം എന്നുള്ളവർക്ക് നല്ല ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. 23 മോഡലുള്ളതുകൊണ്ട് തന്നെ മോഡൽ അത്യാവശ്യം ഉണ്ടല്ലോ. സോ ഇത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തൃശ്ശൂരാണ് വരേണ്ടത്, വേറെ ഒന്നും നോക്കാനില്ല വണ്ടി വാങ്ങുമ്പോൾ. സോ താഴെ കാണുന്ന നമ്പറിൽ എത്രയും വേഗം നിങ്ങൾ കോൺടാക്ട് ചെയ്യുക വണ്ടി വേണമെന്നുണ്ടെങ്കിൽ. പ്ലസ് നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ തരാം. ഇതേപോലത്തെ പുതിയ വണ്ടികളുടെ അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.